അല്ലാഹു അവർക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. നിന്റെ വാപ്പ രാവും പകലും ജോലിക്ക് പോകില്ല. പടച്ചവനെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുമായിരുന്നു, കഴിക്കേണ്ട സമയത്ത് കഴിക്കുമായിരുന്നു, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുമായിരുന്നു, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുമായിരുന്നു. അവരാരും രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടവരല്ല. എന്നിട്ടും അല്ലാഹു അവർക്ക് ബറക്കത്ത് കൊടുത്തതിന്റെ കാരണം ഏത് വീടിന്റെ അകത്ത് വാഖിഅ ുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. സൂറത്തുൽ മുൽക്ക് 300 ആയത്തില്ലല്ലോ, 30 ആയത്തല്ലേ ഉള്ളൂ. 6 അടി മണ്ണിലെ കൂട്ടുകാരനാ. സൂറത്തുർ റഹ്മാൻ, ആകാശത്ത് നിന്നും മലക്കുകൾ വരുമല്ലോ, റഹ്മാനായ റബ്ബിന്റെ മലക്ക് വരുമല്ലോ. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലിയല്ലേ. സൂറത്തു യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിക്കണേ, അവഗണിക്കരുത്. അവഗണിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ആയത്ത് വൈന തദഊഹും ഇലൽ